എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 52 ശ്ലോകം 42, 43, 44. 3 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 3 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 52ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. രുക്മിണി ഇതാ സന്ദേശത്തിൽ ഉപസംഹരിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരത്തോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാംഘ്രിപങ്കജരജ സ്നപനം മഹാന്തു വാഞ്ചന്തി ഉമാപതിരിവ ആത്മതപോപഹത്यै യർഹംബുജാക്ഷ ന ലഭേയഭവൽ പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ എന്തിനാ അങ്ങനെ? ഇതൊക്കെ അനർത്ഥഹേതുക്കളല്ലേ? ബന്ധുക്കളുടെ നിശ്ചയം അനുസരിക്കണതല്ലേ നിനക്ക് നല്ലത്? ആ ശിശുപാലൻ എന്താ യോഗ്യനല്ലേ എന്നൊക്കെയാണ് അവിടുന്ന് പറയുന്നത് എന്ന് അവിടുന്ന് വിചാരിക്കരുത് എന്ന് ആ അർത്ഥത്തിൽ പറയാണ് രുക്മിണി ദേവി. ഹേ അംബുജാക്ഷ, അവിടുത്തെ കടാക്ഷത്താൽ തന്നെ എന്റെ സന്താപം നശിക്കണം. പാർവതീവല്ലഭനായ പരമശിവനും ബ്രഹ്മാവും മറ്റു മഹാജനങ്ങളും ആത്മസാക്ഷാത്കാരത്തെ വിരോധിക്കുന്ന അജ്ഞാനരൂപമായ അന്ധകാരത്തെ നശിപ്പിക്കാനുള്ള ഉപായമായിട്ട് അവിടുത്തെ പാദാംബുജ തൂളി ശിരസിൽ ധരിക്കുന്നു. ആ തൂളിയിൽ കിടന്ന് ഉരുളുന്നു. അങ്ങനെയിരിക്കെ അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകാതിരുന്നാൽ ഉപവാസാദികൾ കൊണ്ട് ദേഹം ക്ഷീണിപ്പിച്ച് ഞാൻ എന്റെ പ്രാണങ്ങളെ ഉപേക്ഷിക്കും. ഇങ്ങനെ എത്ര ജന്മം ക്ലേശിച്ച് തപസ് ചെയ്താൽ അങ്ങയെ ഭർത്താവായി സിദ്ധിക്കുമോ? എത്ര ജന്മവും ഈ വിധം വ്രതത്തോടെ ഇരുന്ന് ശരീരത്തെ നശിപ്പിക്കുകയല്ലാതെ അന്യന്റെ ഭാര്യയായി ഞാൻ ഇരിക്കില്ല. അന്യന്റെ ഭാര്യയായി ഇരിക്കുക എന്ന കാര്യം ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ അനേക ജന്മ തപസ് ചെയ്താൽ അതിന്റെ ഫലം നൽകാതിരിക്കാൻ അങ്ങേക്കും സാധ്യമല്ല. ഞാൻ അങ്ങയെ സർവേശ്വരൻ എന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാരും ശരീരാഭിമാന രൂപമായ അഹംബുദ്ധി നീങ്ങി സായുജ്യം പ്രാപിക്കാൻ അങ്ങയെ ഭജിക്കുന്നവരാകയാൽ അവരിൽ പോലും എനിക്ക് അഭിലാഷമില്ലാതിരിക്കെ ശിശുപാലാദികളെ ആഗ്രഹിക്കില്ല. ഇതങ്ങോട്ട് കേട്ടപ്പോ ഭഗവാന്റെ മുഖത്തുണ്ടായ ഭാവഭേദം വർണ്ണിക്കാൻ പ്രയാസം. സന്തോഷവും സന്താപവും ആകെക്കൂടിയൊരു അങ്ങനെയുള്ളൊരു വികാരം. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യ സന്ദേശ യദുദേവ മയാ ഹൃതാ വിമൃശ്യ കർത്തും യച്ചാത്ര ക്രിയതാം തദനന്തരം. രുക്മിണിയുടെ സന്ദേശം ബ്രാഹ്മണൻ വായിച്ചു കേൾപ്പിച്ചു ഭഗവാന്. എന്നിട്ട് പറയണു, ഹേ യാദവന്മാരുടെ നാഥനായുള്ള ഭഗവാനെ, ഇങ്ങനെതാ രുക്മിണി പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങയെ ഞാൻ കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ എന്താണ് ഇനി പ്രവർത്തിക്കേണ്ടതെന്ന് അങ്ങ് തന്നെ തീർച്ചപ്പെടുത്തണം. അത് അങ്ങയുടെ ഭാരാണ്. യാദവന്മാരോടുകൂടി ആലോചന ചെയ്യാനുള്ള കാലതാമസം ഒന്നും നേരിടിക്കരുതേ എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. സമയം ഇല്ല അപ്പോ അല്ലെ അധികം. അത് കാരണം ബ്രാഹ്മണൻ പറയാണ്, സ്വതന്ത്രമായിട്ട് തീർച്ചപ്പെടുത്താൻ അങ്ങേക്ക് അധികാരം ഉണ്ടല്ലോ എന്നുള്ള ഒരു സൂചന. ഇനി സമയം അധികം ഇല്ല എന്ന് ബ്രാഹ്മണൻ ഭഗവാനോട് പറയണു. ഭഗവാനതാ പുഞ്ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, ഒട്ടും ഭയപ്പെടണ്ട ബ്രാഹ്മണ. എന്നെ രുക്മിണി സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും രുക്മിണിയെ വിവാഹം ചെയ്യാൻ തന്നെ മനസ്സുകൊണ്ട് ഉറച്ചിരിക്കുക. ആ രുക്മിണിയിൽ എനിക്കും നല്ല താല്പര്യമുണ്ട്. അങ്ങനെ എന്നിൽ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന സുന്ദരിയായ അവളെ അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നത് പോലെ ആ
ദുഷ്ടരാജാക്കന്മാരായിട്ടുള്ള ശിശുപാലാദികളെ യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം ഞാൻ എൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുവരും, ഉറപ്പ്. ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അതാ ബ്രാഹ്മണനെ കൂട്ടിയിട്ട് വിദർഭ രാജ്യത്തിലേക്ക് പുറപ്പെടുന്നു ഭഗവാൻ. ഉടനെ തന്നെ തേര് തയ്യാറാക്കിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ രുക്മിണീ വിവാഹേ ദ്വിപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 52-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.